ബീഹാറിന് പിന്നാലെ കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വന്നാൽ ഉടൻ അന്തിമ പ്രഖ്യാപനം നടത്തും. കേരളത്തിന്റെ കാര്യത്തിൽ അത് ഉറപ്പിക്കുകയാണ്. രാജ്യവ്യാപകമായി SIR നടപ്പാക്കാൻ തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം, ബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അതിന്റെ ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. കേരളത്തിലും നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ വൃത്തങ്ങളെ അന്വേഷിച്ചപ്പോൾ ബീഹാറിലെ സമയത്ത് തന്നെ കേരളത്തിലും അതിന്റെ ഗ്രൗണ്ട് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമമായ ഒരു അനുമതി അടുത്ത മാസം കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം കൂടി വരും എന്നുള്ളതാണ്. നമുക്കറിയാം, SIR-നെതിരെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യം ശക്തമായി നിലനിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യം ഏറ്റവും സ്ട്രോങ് ആയ സ്ഥലത്താണ് നടപ്പാക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കൂടി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിക്കും. അത് മിക്കവാറും ഈ മാസം 20-ാം തീയതി ആയിരിക്കും. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ കാരണം ആധാർ കൂടി ചേർത്തുകൊണ്ട് 12 തിരിച്ചറിയൽ രേഖകളാണ് SIR-ന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. വീടാന്തരം കയറിക്കൊണ്ടുകൊണ്ടുള്ള എന്യൂമറേഷൻ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക്, വിപുലമായ നടപടിക്രമങ്ങളിലേക്ക് കേരളമൊക്കെ കടക്കേണ്ടി വരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. മരിച്ചവരുടെ പേരുകൾ, സ്ഥിരം താമസം മറ്റൊരിടത്തേക്ക് മാറ്റിയവർ, ഇരട്ട വോട്ടുകൾ, പൌരന്മാർ അല്ലാത്തവർ, ഇവരൊക്കെ തന്നെ ഈ പട്ടികയിൽ നിന്നും പുറത്തേക്ക് പോകും. 2002-ൽ അവസാനമായി ഇത് നടപ്പാക്കിയിരുന്നു. അതിനുശേഷം ഇത്ര കാലം കഴിഞ്ഞ് വോട്ടർ പട്ടിക പലതവണ പുതുക്കിയെങ്കിലും ഒരു തീവ്ര പരിഷ്കരണത്തിലേക്ക് പോകുമ്പോൾ അത് കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.